ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് പാമ്പമേക്കാടാണ്. തൃശ്ശൂർ പാമ്പമേക്കാട് മലയിലാണ്. ഇന്ന് 1-ാം തീയതിയാണ്. 1-ാം തീയതിയാണ് ഇവിടെ നട തുറക്കും. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് മനയ്ക്കകത്തേക്ക് ഫോൺ കയറ്റാൻ പറ്റില്ല. നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പാമ്പമേക്കാട് മലയുടെ പ്രവേശന കവാടം. ഈ കവാടം പിന്നിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ മനയുടെ ഭൂമിയായി. എന്താ എഴുതിക്കുന്നത്? നമ്മൾ പറഞ്ഞാലും ഏറ്റവും മുക്കാറായി. എന്താ കാറ്റില്ലേ? കാറ്റ് വരുന്നത് കേട്ടോ. ചേർത്ത് നിർത്താ, വേറെ ക്യൂ ഉണ്ടാട്ടോ. ക്യൂ വരാൻ പോവാ. ഇതാണ് ഇവിടെ വിശേഷ ദിവസം. ഇതിനും കർക്കിടകം ചിഹ്നം ഒഴിച്ചു വരുന്ന എല്ലാ മലയാള മാസം 1-ാം തീയതി. ഈ കണ്ടത്ര ക്യൂ ഉണ്ട്. അവിടെ കണ്ട നടയെ തുറക്കണേ. ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാം. ആ നട തുറന്ന് ഭക്തരക്കകത്തേക്ക് കയറിയിരിക്കുക. ഇതാണ് ആ പാമ്പമേക്കാട് മല. ഇതിൻ്റെ ഉള്ളിലാണ് ഒരമ്മ ഇരിക്കുന്നത്. പിന്നെ സർപ്പദൈവങ്ങളും. അവിടെ നമുക്ക് ഈ ഫോൺ അനുവദനീയമല്ല. അപ്പോൾ ഫോണില്ലാണ്ട് അകത്ത് കയറാൻ പറ്റില്ല. ഫോൺ കൊണ്ട് പോവാം, പക്ഷേ ഷൂട്ട് ചെയ്യാനോ പാടില്ല. അപ്പോൾ സർപ്പഭക്തി അല്ലെങ്കിൽ നാഗദൈവങ്ങൾ ഇതിൻ്റെ അകത്താവുള്ളത്. വരാം, പ്രാർത്ഥിക്കാം, തൊഴുവാം, ആഗ്രഹങ്ങൾ പറയാം, വഴിപാട് കഴിക്കാം, തിരിച്ചു പോവാം. ചെറുത് കൊണ്ടുവരാ.
അതല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ എനിക്ക് സൗകര്യം ഇല്ലില്ല, തിരക്കാണ് ഇപ്പം. ഞങ്ങൾ പാവമേക്കാട് തൊഴുതിറങ്ങി കേട്ടോ. ഇവിടെ വന്നിറങ്ങി ഇപ്പം ഈ ഗ്രൗണ്ട് കാലിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വാഹനത്തിന് പെരുപ്പം കണ്ടോ, അത്രയേറെ തിരക്കുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് ഈ മനയിലെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അവരുടെ നിയമപ്രകാരം നമുക്ക് അത് ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എത്രയോ ആളുകൾ ഉണ്ടെന്നുള്ളത് ഈ വാഹനത്തിൻ്റെ പെരുപ്പം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഒരു വലിയൊരു ഗ്രൗണ്ട് നിറയെ വാഹനങ്ങളാണ്. അപ്പോൾ അത്രയേറെ വിശ്വാസങ്ങളുണ്ട് നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം. നാഗങ്ങൾക്കും നാഗദൈവങ്ങൾക്കും അവിശ്വാസികളുണ്ട്, അന്ധവിശ്വാസികളുണ്ട്. അവരങ്ങനെ പോട്ടെ, അവരെ ആരും ഉപദ്രവിക്കുന്നില്ല, ഈ വിശ്വാസികളെ ആരും ഉപദ്രവിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു ധർമ്മം, സനാതനമായ ധർമ്മം. ഈ ധർമ്മം പാലിച്ച് ഒരു വലിയ ജനത സമൂഹം സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അതിനിടയിൽ ചില മോശമായ ആൾക്കാർ മാത്രമാണ് ഈ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ നല്ല നമസ്കാരം മാത്രം പറയുന്നു. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ. ഇപ്പം ഞങ്ങളിവിടുന്ന് പാമ്പമേക്കാട് മനയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, ടാറ്റ ബൈ ബൈ.